അടുത്ത മകനിയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ വൈകിയ സമയത്ത് ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നല്ല വാക്ക്, നല്ല വാർത്ത എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ അനുദിനം കേൾക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും ആണ്. എന്നാൽ സുവിശേഷം നമുക്ക് നിത്യജീവൻ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇതാകുന്നു സുവിശേഷം. കേവലം വാക്കിനാൽ ഭൂമിയെയും ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് തന്നോടുകൂടെ വസിക്കേണ്ടതിനാക്കി വെച്ചപ്പോൾ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ച് പാപത്തിൽ വീണ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പലവിധമാകുന്ന ശാപങ്ങൾ ഏറ്റുവാങ്ങി ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് അന്യപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി മനുഷ്യൻ കാളയെയും ആടിനെയും കുറുംപ്രാവിനെയും ഒക്കെയും യാഗം കഴിച്ചെങ്കിലും ഈ യാഗങ്ങൾക്കൊന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് ഒരു മനുഷ്യനായി ജനിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ഒരു പരമയാഗമായി തീരേണ്ടതിന് നിയോഗിച്ചയച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനായി ജനിച്ചിട്ട് 33 തിരുവയസ്സ് വരെയും കേവലം പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ ഒരു മനുഷ്യനായി കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യവർഗം എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യർക്ക് മാതൃക കാണിച്ചു തന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലൊക്കെ സഞ്ചരിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചും രോഗികളെ സൗഖ്യമാക്കിയും ഭൂതഗ്രസ്തരായ അനേകർക്ക് മോചനം കൊടുത്തും കൊണ്ട് ഈ ഭൂമിയിലൊക്കെ സഞ്ചരിച്ചിട്ട് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം കുറഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശുക്രിസ്തു തന്റെ നല്ല യൗവന പ്രായത്തിൽ 33 തിരുവയസ്സിൽ എന്റെയും നിങ്ങളുടെയും ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിന്റെയും പാപവും ശാപവും രോഗവും ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ പരമയാഗമായി തീരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാനും നിങ്ങളും ഏൽക്കേണ്ട പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷ കർത്താവായ യേശുക്രിസ്തു സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി പരമയാഗമായി അവസാനത്തിൽ ചോരയെ മൂറ്റി തന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു ആ കല്ലറയിൽ ഒതുങ്ങാതെ 3-ാം ദിവസം മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതായിട്ട് നമുക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമയായി 40 നാളോളം ഈ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് പലർക്കും പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നിട്ട് അതിനുശേഷമായി തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോയി അനേകർ നോക്കി നിൽക്കെ കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഉയരത്തിലേക്ക് ഭാരത്തോട് നോക്കി നിന്ന യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കി അവിടെ പ്രത്യക്ഷരായ 2 ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിന് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തു അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന്. അതെ, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നതും ഒരു മനുഷ്യനായ അവതാരം എടുത്തതും 33 തിരുവയസ്സിൽ അവസാനത്തുള്ള രക്തവും ഊറ്റി തന്നുകൊണ്ട് ക്രൂശിതനായി മരിച്ചതും എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ടാണെന്നും ആ കർത്താവായ യേശുക്രിസ്തു മരിച്ച് മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെന്നും കർത്താവായ യേശുക്രിസ്തു എന്റെ രക്ഷകനാണെന്നും പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിരപ്പ് പ്രാപിച്ചാൽ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്ന വ്യക്തിയുടെ പേര് ആ നിമിഷം തന്നെ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പേര് റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഭൂമിയിലുള്ള പല സ്ഥാപനങ്ങളിലും കണ്ടേക്കാം. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടാം, മറ്റു സാധനങ്ങളൊക്കെയും കിട്ടാം. ഭൂമിയിലുള്ള പല സ്ഥാപനങ്ങളിലും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ പല ആനുകൂല്യങ്ങൾ കിട്ടാം. എന്നാൽ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ല എങ്കിൽ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ചെന്ന് വീഴുന്ന സ്ഥലമാണ് തീപ്പൊയ്ക എന്ന് പറയുന്നത്. ഈ ഭൂമി കൊണ്ട് തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മരണത്തിനപ്പുറമാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ ചിലപ്പോൾ 70 വയസ്സ് വരെയോ അല്ലെങ്കിൽ 80 വയസ്സ് വരെയോ ഒക്കെയും ജീവിക്കാം. എന്നാൽ മരണത്തിനപ്പുറം നമ്മുടെ ആത്മാവ് എവിടെ ചെന്ന് ചേരണമെന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടുമുട്ടേണ്ടത് ആയിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യരുടെ ആത്മാവിനൊന്നും ഗ്യാരണ്ടി ഇല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെ ചെന്നെത്തുമെന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ പല മാർഗവും തിരഞ്ഞെടുക്കുന്നു. പലരും കാൽനടയായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, പുണ്യ നദികളിൽ മുങ്ങുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി 1 രൂപ പോലും മുടക്കേണ്ടതില്ല. നിൽക്കുന്ന നിൽപ്പിൽ കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നെന്നും അങ്ങയുടെ അവസാനത്തിൽ ചോരയും എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് ഊറ്റി തന്നെന്നും അങ്ങ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെന്നും ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തെ ആരേൽപ്പിച്ചു കൊടുക്കുന്നു. വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് ഇന്ന് പകൽക്കാലം ദൈവം കർത്താവായ യേശു ക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിനും പരിഹാരം തന്ന് നിങ്ങളെ സമാധാനത്തോടെ നിങ്ങളുടെ ആത്മാവിനെ നിത്യതയിൽ എത്തിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എവിടെ ചെന്നാൽ സ്വസ്ഥത കിട്ടും, അല്പം മദ്യം കഴിച്ചാൽ സ്വസ്ഥത കിട്ടുമോ, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ സ്വസ്ഥത കിട്ടുമോ എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ പല വഴികൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ലോകം തരാത്ത ദൈവിക സമാധാനം തന്ന് നിങ്ങളെ ഓരോ ദിവസവും നടത്തുവാൻ വലിയവനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തിലൂടെയുള്ള രക്ഷ നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾ അത് കേട്ടില്ല എന്ന് നടിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും മരിച്ചാൽ പിന്നെ ജീവനോടെ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട്, കൂദാശകൾ നടത്തിയത് കൊണ്ട്, അന്നദാനങ്ങൾ ചെയ്തത് കൊണ്ട് ഒന്നും മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാവിന് മോക്ഷം പ്രാപിപ്പാൻ കഴിയുകയില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാണെന്ന് ദൈവത്തിന്റെ വചനം ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും എങ്ങനെ രക്ഷ കിട്ടും, എവിടെ പോയാൽ രക്ഷ കിട്ടുമെന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ടവർ എന്റെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ആത്മരക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരു കാലത്ത് സത്യദൈവം ആരെന്നറിയാതെ പലതിന്റെയും മുൻപിൽ കൈകൂപ്പിയ ഒരു കാലം എന്റെയും ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്നുവരെയും ഞാൻ അഭിമുഖീകരിച്ച അസമാധാനം എന്നെ വിട്ട് മാറി ദൈവിക സമാധാനം എന്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ച ഈ സന്തോഷം നിങ്ങൾ ഓരോരുത്തരും പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതേ ദേശത്ത് ഞങ്ങൾ
നിങ്ങൾ അത് കേട്ടില്ല എന്ന് നടിക്കാതെ നിങ്ങൾ ഈ ശബ്ദത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. 2025 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇനി താമസം കൂടാതെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. ലോകത്തിലായ ലക്ഷണങ്ങളൊക്കെയും അത് വിളിച്ചറിയിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളൊക്കെയും നടക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായെന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ബൈബിൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ നിങ്ങൾക്ക് എടുക്കപ്പെടുവാൻ തൊക്കണം ഇടയായി തീരുകയുള്ളൂ. വിദേശ നിവാസികളായ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതിക്കൊണ്ട് കാലാകാലങ്ങളിൽ ദൈവദാസന്മാരെ വിദേശത്ത് അയച്ച ദൈവം സുവിശേഷം അറിയിക്കുമ്പോൾ ഈ ഇന്ന് ലഭിക്കുന്ന സമയം നാളെ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്ന് കർത്താവിന്റെ വരവുകൾ കാണപ്പെടുവാൻ വിദേശ നിവാസികളെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.